അല്ല, മോൾ അത്യാവശ്യമായിട്ട് ഇവിടെ പോയതാ? ഒരാവശ്യം ഉണ്ടായിരുന്നു മുത്തശ്ശ. അല്ല, ഡോക്ടർ വന്നിരുന്നോ? ദാ ഇപ്പൊ അങ്ങോട്ട് റൂമിലേക്ക് പോയതേ ഉള്ളൂ. നിന്നോട് പോയി കാണാൻ പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ വിനേട്ടന്റെ കാര്യം? വിനയനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ജീവൻ ആപത്തൊന്നുമില്ലാന്ന് പറഞ്ഞു. തലക്കേറ്റ പരിക്കായതുകൊണ്ട് ബാക്കിയൊക്കെ ട്രീറ്റ്മെന്റ് തുടങ്ങിയാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് സാരമില്ല, വിനേട്ടന് ജീവനോടെ തിരിച്ചു കിട്ടുമല്ലോ. എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. മേ കം ഇൻ ഡോക്ടർ? ഇസ്മയ, വരൂ. ഇരിക്കൂ. സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വിനയചന്ദ്രന്റെ ഫിസിക്കൽ കണ്ടീഷൻ ബെറ്റർ ആയിട്ടുണ്ട്. മെഡിസിനോട് റിയാക്ട് ചെയ്യാത്ത കണ്ടീഷൻ മാറി. ഇനി ഫർദർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കണം. എന്നുവെച്ചാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാവുന്ന അവസ്ഥയിലേക്ക് വിനയചന്ദ്രനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം. എന്നാലും പഴയ വിനയചന്ദ്രനെ തിരിച്ചു കിട്ടുക ബുദ്ധിമുട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളെ ജീവനോടെ കിട്ടുമെന്നല്ലാതെ പഴയതുപോലെ ഉടൻ എഴുന്നേറ്റ് നടക്കുന്നൊന്നും പ്രതീക്ഷ വയ്ക്കരുത്. ഹെമറേജ് സംഭവിച്ചത് തലച്ചോറിലാണ്. ഓർമ്മകൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആളെ ഐഡന്റിഫൈ ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനുള്ള കോൺഷ്യസ് ലെവൽ എത്രയുണ്ടെന്ന് ഇപ്പോൾ അറിയില്ല. നമ്മുടെ ശരീരത്തിലെ സൂപ്പർ കമ്പ്യൂട്ടർ തലച്ചോറല്ലേ? അവിടെ ചെറിയൊരു ഡാമേജ് സംഭവിച്ചാൽ മതി ജീവിതം തളർന്നിട്ട്. ഇതൊക്കെ വിനയചന്ദ്രന്റെ കാര്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായാലും വിനയചന്ദ്രന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാനൊരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം വന്നാൽ ഉടനെ ട്രീറ്റ്മെന്റ് തുടങ്ങാം. വിസ്മയെ നിരാശപ്പെടുത്താൻ പറഞ്ഞല്ല, ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണണമെന്ന് മാത്രം. ഓക്കെ ഡോക്ടർ, മനസ്സിലായി. ദൈവമേ, ശ്വസിക്കുന്ന ഒരു ജീവച്ഛവാകാനാണ് ഇനി വിനേട്ടന്റെ വിധി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.